6 മാസം മുൻപാണ് പാലക്കാട് ജില്ലയിലെ പള്ളിക്കുറിപ്പ് സ്വദേശി അജീഷ് ഇറാഖിലേക്ക് പോകുന്നത്. വെൽഡർ ജോലിക്ക് അമേരിക്കൻ കമ്പനിയിൽ $1000 ശമ്പളം ലഭിക്കുമെന്ന് പറഞ്ഞ് ആലുവയിലെ ഒരു ഏജൻസിയാണ് ഇറാഖിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ $400 മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം. കമ്പനിയുടെ പീഡനത്തിനൊപ്പം ഇറാഖിലെ സംഘർഷം കൂടിയായതോടെ ജയിലിൽ അകപ്പെട്ട അവസ്ഥയിലാണിവർ. കാര്യമായിട്ട് എന്നെ വിളിക്കാറൊന്നുമില്ല. 2-3 ദിവസം മുമ്പേ ഒന്ന് വിളിച്ചു. അവിടെ നല്ല ബുദ്ധിമുട്ടാണ്, ഒരടിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോരണം. ഇറാഖികളിൽ നിന്നും ക്രൂരമർദ്ദനമാണ് ഇവർ കേൾക്കേണ്ടി വരുന്നത്. അജീഷിന്റെ പുറത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇറാഖിൽ നിന്ന് കുടിയേറിയ ആരോ വന്നിട്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ പോവാം, ഇവിടെ പഴകേണ്ട ഞങ്ങളാണ് എടുക്കാനുള്ളത്, നിങ്ങൾക്ക് പോകാനുണ്ട്, ഇവർക്ക് അടിച്ചിട്ട് മുറിയൊക്കെ ആയിട്ട് പാടൊക്കെ ഉണ്ട് എല്ലാവർക്കും. അവർ പിന്നെ പണിയെടുക്കാൻ പറഞ്ഞാൽ പണിയെടുത്തിട്ട് കാര്യമില്ല, ശമ്പളമില്ല, ഒന്നുമില്ല, അടിച്ചാൽ പിന്നെ എന്തിനാ പണിയെടുക്കണം. നമുക്കിപ്പോൾ അവരുടെ ആവശ്യം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. മണ്ണാർക്കാട് അലനല്ലൂർ സ്വദേശിയായ കരീം, എറണാകുളം സ്വദേശികളായ അജിൽ രാജ്, മനു തുടങ്ങിയ 19 മലയാളികൾ ഉൾപ്പെടെ 47 ഇന്ത്യക്കാരാണ് തൊഴിലിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. കരുതിവെച്ച ഭക്ഷണം പോലും തീർന്നു. ഫിലിപ്പൈൻസുകളായ തൊഴിലാളികളെ എംബസി ഇടപെട്ട് കൊണ്ടുപോയി. എന്നാൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഇവർക്ക് ഇതുവരെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. മക്കളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കത്തയച്ചിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.